ഇതുവരെ റെഡിയായില്ലേ? ആ, റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരാം. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. നീ വരുമ്പോഴേക്കും സിനിമയുടെ ആദ്യം കാണാൻ പറ്റില്ല. ഇന്റർവെല് കഴിഞ്ഞിരിക്കും. പ്രിയേ, ഒന്ന് വേഗം. ഐ എം റെഡി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ ഡ്രസ്സില് ഞാൻ വളരെ സുന്ദരിയായിട്ടില്ലേ? സുന്ദരിയോ? വളരെ വൃത്തികേടായിരിക്കുന്നു. നിനക്ക് കുറച്ചുകൂടി ഡീസന്റ് ആയിക്കൂടെ? നമ്മൾ സിനിമയ്ക്കല്ലേ പോകുന്നത്? അത് പബ്ലിക് പ്ലേസ് അല്ലേ? നീ എന്താ ഇങ്ങനെ? എനിക്കതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ എന്തെങ്കിലും പറയുന്ന വെച്ച് ഞാൻ എന്തിനാ ബോധറാവുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മാത്രമാണ് ഞാൻ ഡ്രസ് ചെയ്യാറുള്ളത്. കറക്റ്റ്. ആളുകൾ എന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും നിനക്കെന്താ? 6 മുഴ സാരി അണിഞ്ഞ് തുമ്പെടുത്ത് തലയെ ചുറ്റി, നെറ്റിയിൽ വലിയ പൊട്ടു തൊട്ട്, കാലില് പാദസര അണിഞ്ഞ്, നാട്ടുകാരുടെ മുമ്പിൽ തലയും കുനിച്ച്, കയ്യിലൊരു പൂജാപാത്രവുമായി ഒരു പട്ടിക്കാട് പെണ്ണിനെ പോലെ നടന്ന നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടും. ആഹാ, നീ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് കുടുംബശ്രീകളുടെ ഐശ്വര്യം. ആ അലങ്കാരവും ആ അണിഞ്ഞൊരുങ്ങലുമാണ് ഏറ്റവും നല്ലത്. നോട്ട് ദിസ്. ആഹാ, ആ സൗന്ദര്യം കണ്ടില്ലേ? പൂജാപാത്രവുമായി നടന്നു പോകുമ്പോ പിന്നിയിട്ട നീളമുള്ള മുടി പുറകിൽ ചലിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ ഭർത്താവ് ഭാഗ്യം ചെയ്തവനാണ്. അതെ, അവൾക്കുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതെ പോയല്ലോ ഭഗവാനെ. കഷ്ടം. നിങ്ങളെ പോലൊരു കോന്തന്റെ ഭാര്യ എന്റെ നിർഭാഗ്യാണെന്ന് പറഞ്ഞാ മതി. അല്ല, നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ദുർവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, നിങ്ങൾ അതേ പറയുള്ളൂന്ന് നന്നായിട്ട് അറിയാം എനിക്ക്. ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ എൻജോയ് ചെയ്യാൻ അറിയാഞ്ഞിട്ട് ഭാഗ്യക്കേടാണെന്ന് എനിക്കൊരു കുറ്റം. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയോ? അതോ ഞാൻ പറഞ്ഞു തരണോ? ഓഹോ, അപ്പൊ നീ ഇതെല്ലാം പഠിച്ച് ഡിഗ്രിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കല്ലേ? കൊള്ളാലോ. എന്നാണോ ഞാൻ പറഞ്ഞത്? നീ പറയുന്നത് കേട്ടാൽ അങ്ങനെയല്ലേ തോന്നൂ. മതി, നിർത്തു നിങ്ങളുടെ അഡ്വൈസ്. ഞാൻ പറയുന്ന നല്ല കാര്യം എപ്പോഴെങ്കിലും നീ അനുസരിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അതെനിക്കറിയാലോ. ജീവിതത്തിൽ ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ തെറ്റാ. നീ നിന്റെ ഈ വൃത്തികെട്ട വേഷവും. ഇപ്പൊ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. പറയട്ടെ? പറയ്. ഏതോ ഒരു കുരങ്ങിന്റെ കയ്യിൽ നല്ല വാസനയും ചന്തവും ഉള്ള പൂമാല കിട്ടിയതുപോലെ ആയിപ്പോയെന്ന്. കൊള്ളാം. നീ ആ പറഞ്ഞ പഴഞ്ചൊല്ലി ഞാൻ പറയേണ്ടതാ. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് കുടുംബത്തിലെ സ്ത്രീകളെപ്പോലെ ജീവിക്കാൻ അറിയില്ല.